പ്രിയ സുഹൃത്തുക്കളെ, ആരെയും കുറച്ച് കാണിക്കാൻ പാടില്ല എന്നൊരു പാഠം ഇന്ന് ഏതാണ്ട് 5:58 പ്രഭാതത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തി, അല്ലെങ്കിൽ ലോക ജനതയെ ബോധ്യപ്പെടുത്തി. കാബോ വർദ്ദേ എന്നറിയപ്പെടുന്നൊരു കൊച്ചു ദ്വീപ് സെൻട്രൽ അറ്റ്ലാന്റിക് ഓഷനിലാണത്. 600 മുതൽ 850 കിലോമീറ്ററേ ഉള്ള അവരുടെ ആകെയുള്ള സ്ഥലം. 320 മുതൽ 460 വരെ നോട്ടിക്കൽ മൈൽ, അത്ര മാത്രമേ ഉള്ളൂ. ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരമാണ്. സെനഗാളിന് സമീപമാണ്. അവരുടെ പ്രധാന തൊഴിലെന്ന് പറഞ്ഞാൽ ഒരു വാണിജ്യമാണ്. പിന്നെ ഫോറിൻ കൺട്രീസിലൊക്കെ പോയി ജോലി ചെയ്യുന്ന പൈസ വരുന്നു. ഇതൊക്കെയാണ് അവരുടെ ആകപ്പാടെയുള്ള ആസ്തി. പക്ഷേ അർജൻറ്റീന വെള്ളം കുടിച്ചു. കളി മുഴുവൻ ഇരുന്ന് കണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അർജൻറ്റീനയ്ക്കെതിരെ 2 ഗോൾ അവർ നേടിയെന്നല്ല, ഈ വേൾഡ് കപ്പിൽ ജയിച്ചു എന്ന് വേണേൽ പറയാം. ലയണൽ മെസ്സിയെ പോലുള്ള ഫുട്ബോളിൻ്റെ രാജകുമാരനെ, അല്ലെങ്കിൽ ആ ടീമിനെ വിറപ്പിച്ചു, അല്ലെങ്കിൽ വിയർപ്പിച്ചു എന്ന് പറയാം. എന്തായാലും കാബോ വെർദെ എന്നൊരു രാജ്യമുണ്ടെന്ന് അറിഞ്ഞതുപോലും ഈ ഫിഫ വേൾഡ് കപ്പ് കാരണം. അപ്പോൾ അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. പിന്നെ കളിക്ക് ഏതായാലും വിജയമുണ്ടല്ലോ. വിജയിച്ച അർജൻറ്റീനയ്ക്കും പ്രത്യേക നന്മകൾ നേരുന്നു. വീണ്ടും ശക്തമായിട്ട് കാബോ വെർദെ അടുത്ത കൊല്ലം വരട്ടെ. നിങ്ങൾ 600-850 കിലോമീറ്റർ എന്നല്ല, നിങ്ങളുടെ ധൈര്യം അപാരമാണ്. നിങ്ങളുടെ തീക്ഷ്ണ ധൈര്യം അപാരമാണ്. നിങ്ങളുടെ മനധൈര്യം എക്സ്ട്രാ ടൈമിൽ ഏതാണ്ട് 5 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴാണ് അർജൻറ്റീന സ്കോർ ചെയ്യുന്നത്, ഒരു ഗോളിന് മുമ്പിൽ വരുന്നത്. അപ്പോൾ അവർ നിങ്ങളുടെ മനോബലത്തെ വരും തലമുറയ്ക്ക് ഊർജ്ജമാകട്ടെ, ശക്തിയാകട്ടെ. നിങ്ങളുടെ പിൻതലമുറക്കാർ കാൽപന്ത് കൊണ്ട് ലോകത്തെ അമ്മാനമാടുന്നൊരു കാലം കാലം കാണാൻ ഞങ്ങളുടെ വരും തലമുറയ്ക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജോൺസൺ കരൂർ നിർത്തുന്നു. താങ്ക് യു.